ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കേസ് ഇന്നിപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ദിവസമാണ് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ അതിന്റെ തുടർ നടപടികൾ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഉള്ള ആ നിലയ്ക്ക് തന്നെ എന്താണോ നടപ്പ് മാർഗം നടക്കുന്നത് ആ രീതിയിൽ തന്നെ പോകാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന, ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക പരിഗണന ഒന്നും ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സാഹചര്യവും പിന്നീട് എന്താണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടാൻ കോടതിയിൽ ശ്രമിച്ചത്? ബിനിൽ. പ്രതീക്ഷ, ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണനയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് മുതിർന്ന അഭിഭാഷകനായ ബി രാമപിള്ളയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം കോടതിയിൽ ഹാജരായതുകൊണ്ട് തന്നെ ആ കോടതി പെട്ടെന്ന്, അതായത് ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകർ ഹാജരായിട്ടുണ്ട് എങ്കിൽ റോൾ കോള് നോക്കാതെ തന്നെ കോടതി എന്തിനാണ് ഈ സീനിയർ അഭിഭാഷകർ കാത്തു നിൽക്കുന്നത്, അവരുടെ കാത്തുനിൽപ്പ് ഒഴിവാക്കാൻ വേണ്ടി സീനിയർ അഭിഭാഷകർ ഉള്ള കേസുകളൊക്കെ തന്നെ വേഗത്തിൽ വിളിക്കും. അതുകൊണ്ട് തന്നെ ബി രാമപിള്ളയെ കണ്ടപാടെ എന്താണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയുമായി എത്തിയതാണ് എന്ന് പറയുന്നു. ആ സമയത്ത് കോടതി വ്യക്തമാക്കുന്നത്, സാധാരണ നിലയിൽ ഈ കോടതിയിൽ ഒരു ജാമ്യ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 4-ാം ദിവസം വിശദമായ വാദത്തിന് വരും. ആ സമയത്ത് പോലീസിന്റെ വിശദീകരണം തേടി വിശദമായ വാദത്തിന് വരും. അതാണ് പതിവ്. ഇവിടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരോടും ഒരേ രീതിയിൽ മാത്രമേ പെരുമാറാൻ കഴിയുകയുള്ളൂ. ആർക്കും ഒരു സ്പെഷ്യാലിറ്റി ഈ കോടതിയിൽ ഇല്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബി രാമപിള്ളയെ അറിയിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു പരാതി ഉന്നയിച്ചത്. അതായത് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് തന്നെയാണ് തലേ ദിവസം ഹണി റോസിന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയത്. ഈ രണ്ടും ഒരേ ആൾ തന്നെ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അതായത് കൃത്യമായ നീതി അവിടെ നടപ്പാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾ ഹാജരാക്കാൻ ശ്രമിച്ച ഡോക്യുമെന്റുകൾ പരിശോധിക്കാൻ പോലും മജിസ്ട്രേറ്റ് തയ്യാറായില്ല എന്നൊരു പരാതി കൂടി ബി രാമപിള്ള കോടതിയിൽ ഉന്നയിച്ചു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കോടതി ഇന്ന് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ അത് ശരിയായ രീതിയല്ല. സമൂഹത്തിൽ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല ശ്രദ്ധ വേണമെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ തന്നെ ബി രാമപിള്ള വ്യക്തമാക്കിയത്, താൻ അക്കാര്യം ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒന്നും തന്നെ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കില്ല, അത് താൻ ഉറപ്പു തരുന്നു എന്നുകൂടി ബി രാമപിള്ള കോടതിയിൽ പറഞ്ഞു. അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഹർജി വേഗത്തിൽ കേൾക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അത്തരത്തിലുള്ള ഒന്നിനും വഴങ്ങിയിൽ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. 4-ാം ദിവസമാണ് സാധാരണ നിലയിൽ ഹർജി വരുന്നത്. അതേ രീതിയിൽ ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്. ആ ഹർജി തിങ്കളാഴ്ച കേൾക്കാൻ വേണ്ടി കഴിയുമോ എന്നൊരു ആവശ്യം കൂടി പ്രതിഭാഗത്തിൽ നിന്ന് ഉണ്ടായി. പക്ഷേ കോടതി അപ്പോഴും എടുത്തു പറഞ്ഞു, അങ്ങനെ തിങ്കളാഴ്ച കേട്ടാൽ നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന നൽകുന്നതായി മാറും. കാരണം 3-ാം ദിവസം ഹർജി കേൾക്കും. അത് എന്തായാലും വേണ്ട, ചൊവ്വാഴ്ച നിങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉന്നയിക്കാം. അത് വിശദമായി പരിശോധിച്ച ശേഷം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വരാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേകമായി ഒരു പരിഗണനയും നൽകാൻ കഴിയില്ല. സാധാരണ വ്യക്തികളെ പോലെ തന്നെ ഈ ജാമ്യ ഹർജി വരട്ടെ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബിനിലാണ് വിശദ വിവരങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും നൽകിയത്.